നിങ്ങളുമായിട്ടുള്ള റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്? ഹൗ ഡീപ്ലി ദേ ആർ വിഷിംഗ് എ റീകൺസിലേഷൻ വിത്ത് യു. ഓക്കെ, തീർച്ചയായിട്ടും ഈ നിമിഷത്തിൽ അവർ ഒത്തിരി നിരാശരായിട്ട് കാണപ്പെടുന്നുണ്ട്. ഒരുപാട് മിസ് ഫീലിങ്സ് അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റീകൺസിലേഷന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം. നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ജീവിതം അവരൊരുപാട് സ്വപ്നം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ സാഹചര്യവശാൽ അവർക്ക് നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു അവസ്ഥ കാണുന്നുണ്ട്. യെസ്, നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി മറച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പ്രോമിസുകളൊന്നും അവർക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ തന്നെ ഇങ്ങനൊരു ഫീലിങ്സിലാണ്. അവരായിട്ട് തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി, നിങ്ങളെ വഞ്ചിച്ചു എന്നെല്ലാമുള്ള തോന്നലുകൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരെല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാനും നിങ്ങളുമായിട്ടുള്ള റീകൺസിലേഷൻ സ്റ്റാർട്ട് ചെയ്യാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷേ അവരുടെ തന്നെ ഈ ഒരു മിസ്റ്റേക്ക് കാരണം നിങ്ങളായിട്ട് തന്നെ ഒരുപാട് സങ്കടത്തോടെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഓണായി പോകുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് നന്നായിട്ട് അറിയാം അവർ കാരണം തന്നെയാണ് നിങ്ങൾ അവരിൽ നിന്നും അകന്നു പോയത് എന്ന്. യെസ്, അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെന്റിൽ പോലും അവർ ആ ഒരു റീകൺസിലേഷൻ മാത്രം ഡ്രീം ചെയ്യുന്നുണ്ട്. അവർ എന്താണ് ഇതിനൊരു പോംവഴി, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റീകൺസിലേഷന് വേണ്ടിയിട്ട് അവരിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഡെഫിനറ്റ്ലി അവർ നിങ്ങളുമായിട്ടുള്ള റീകൺസിലേഷന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, മെമ്മറീസ്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തുള്ള ഒരുപാട് ഓർമ്മകൾ അവരുടെ മനസ്സിൽ വരുന്നുണ്ട്. മേ ബി ആ ഒരു ഓർമ്മകളിലൂടെ മാത്രമാണ് അവർ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയുന്നു. അത്രമാത്രം ഒരു വേദന അവർക്കുണ്ട്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരുടെ ഹൃദയം കീറി മുറിക്കപ്പെട്ട രീതിയിലുള്ളൊരു വേദന അവരനുഭവിക്കുന്നുണ്ട്. മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം. ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് അകന്നു പോയതുപോലുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, ഈ സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് വേദന, ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് പോലുമുള്ള അവഗണന നിങ്ങളെ രണ്ടുപേരെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എങ്കിലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മൂവ് ഓൺ ചെയ്യാനായിട്ട് കഴിയാത്തൊരു സാഹചര്യവും കാണുന്നുണ്ട്. യെസ്, നിങ്ങളിൽ ഒരാൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് മൂവ് ഓൺ ചെയ്യണം എന്ന് ഉള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി അത് നിങ്ങളായിരിക്കാം. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ മറ്റൊരു ശക്തിക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ ലൈഫിലേക്ക് അട്രാക്റ്റഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇനിയും ഈ ഒരു സെപ്പറേഷൻ അവർക്ക് താങ്ങാനുള്ള ഒരു കഴിവില്ലാത്തത് പോലെയാണ് കാണുന്നത്. അത്രയധികം അവർ വേദനിക്കുന്നുണ്ട്. അവരുടെ ലൈഫിലുള്ള ഒരു കാര്യങ്ങൾക്കും അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എന്ത് തിരക്കുള്ള ഒരു ജീവിതമാണെങ്കിൽ പോലും, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും, അത്രയും ബിസി ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷവും അവരിലില്ല. എത്രമാത്രം ബ്രൈറ്റ്നസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ പോലും അവരുടെ ലൈഫിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകിയിരുന്നത് നിങ്ങളാണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു പ്രകാശമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ലൈഫിന് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ളൊരു റീകൺസിലേഷൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് തവണ അവർ ചിന്തിക്കുന്നുണ്ട്. അതിലെല്ലാം ആ ചിന്തകളിൽ തന്നെ അവർ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. കാരണം അവരുടെ ഭാഗത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ട്. മേ ബി അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളോ
അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മറ്റ് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു ലൈഫ് സിറ്റുവേഷനോ ഉണ്ടായിരിക്കണം. പക്ഷെ എങ്കിൽ പോലും അവർ പരാജയപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അവർ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് തിരികെ എത്തണം എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. യെസ്, അവര് അവരുടെ ലൈഫിൽ എങ്ങനെയാണോ കാണപ്പെടുന്നത് ആ ഒരു രീതിയിലല്ല അവരുടെ സിറ്റുവേഷൻസ് എന്ന് കാണുന്നുണ്ട്. അവരുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വളരെ വളരെ നെഗറ്റീവാണ്. അവർക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരിൽ ആ ഒരു കാര്യം അവർ പ്രതിഫലിക്കുന്നില്ല എന്നാണ് കാണുന്നത്. എന്താണോ അവരുടെ റിയാലിറ്റി എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അവരത് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. യെസ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അത്രയധികം ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് നൽകണം. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകണം എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ എത്തും എന്നുള്ളത് വളരെ വളരെ പോസിബിൾ ആണ്. മേ ബി ഒരു 8 എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നും കൂടി നമുക്ക് നോക്കാം. ഐ ജസ്റ്റ് wanted to let you know I am thinking of you right now. Lots of feeling from my heart. ഓക്കെ, വളരെ വളരെ റൊമാൻറ്റിക് ആയിട്ട് ആണ് അവർ ചിന്തിക്കുന്നത്. അവര് ഇപ്പോഴും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെന്റിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അത്രമാത്രമുള്ള സ്ട്രോങ് ഫീലിങ്സ് ആണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ടുള്ളത്. ഡ്രീമിങ് അബൌട്ട് യു ഓൾ ദി ടൈം. എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, ഐ ഓൾവേസ് wanted ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള മാരേജിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു കുടുംബമായിട്ട് ഫാമിലിയായിട്ട് ജീവിക്കണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഐ കാൺട്ട് ഫേസ് യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഈ ഒരു മൊമെന്റിൽ അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അത്രത്തോളം എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവര് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ പ്രോബ്ലംസ് ആയിരിക്കാം, ആ സാഹചര്യമായിരിക്കാം, അത് ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ വരാനായിട്ട് അവർക്ക് അവർ മടിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഐ കാൺട്ട് ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ്. എന്നിരുന്നാലും അവരുടെ മനസ്സിൽ നിന്നൊരിക്കലും നിങ്ങളെ മായ്ച്ചു കളയാൻ അവർക്ക് കഴിയില്ല. നിങ്ങളെ ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയില്ല. ഐ വോണ്ട് ടു ടെൽ യു സംതിങ്. ഓക്കെ, ഇപ്പോൾ എന്തായിരുന്നാലും ഹൈഡ് ചെയ്തിരുന്ന കാര്യമായിരിക്കാം അവർ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ.